ടോമീസ് ഫിഷപ്പിന്റെ റീൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് റീലാണോ റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പൊതി. പിന്നെ ഒന്നും നോക്കില്ല, പുലർച്ചെ 3 മണിയായപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ബാക്കി വിശേഷം നിങ്ങൾ എന്നെ കണ്ടറിയാട്ടാ. ഏകദേശം 4:30 ഞങ്ങൾ സ്ഥലത്തെത്തി. കുറച്ച് സമയത്തിനകം ഷോപ്പ് തുറന്നു. ആദ്യം തന്നെ കടയിലേക്ക് കുറച്ച് ഞണ്ടുകളാണ് കൊണ്ടുവന്നത്. പിന്നെ പിന്നെ ഓരോന്ന് വരാൻ തുടങ്ങി. ഈ ചേട്ടന്റെ കയ്യിൽ ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടാ. ഇവിടെ നിന്ന് ഫിഷസിന് എടുത്ത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാനുള്ള ആൾക്കാരാണ് ഈ ചേച്ചിമാര്. ഈ സമയത്താണ് ഒരു ചാക്ക് നിറയെ കാളാൻ ചേട്ടൻ ഒരു ചേട്ടൻ വരുന്നത്. എല്ലാത്തിനും ജീവനുണ്ടായിരുന്നു കേട്ടാ. പെട്ടിയുടെ വെയിറ്റ് കുറച്ചിട്ട് ടോട്ടൽ 40 കിലോളം തൂക്കം വരും ട്ടാ. അവിടുത്തെ ഫിഷസിനൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്ടാ ജോഷിയേട്ടൻ. പിന്നെ നേരത്തെ വന്ന കാളാഞ്ചിനെ മാറ്റിയിടാൻ കൊണ്ടുപോകാണ്ടാ. തൊട്ടപ്പുറത്തെ ടാങ്കിൽ ഒരു കൊഞ്ചും കിടപ്പുണ്ടായിരുന്നു. ദേ ഈ വരുന്ന ചേട്ടനും കൊഞ്ചിനെ തന്നെയായിരുന്നു ട്ടാ കൊണ്ടുവന്നത്. അതിനുശേഷം കരിമീനും തെരണ്ടിയും വന്നു. തെരണ്ടീനെ ഓമനമ്മ വാങ്ങിയെടുത്തുട്ടാ. പിന്നെ അവിടെ കുറച്ച് ചെമ്മീനും ഉണ്ടായിരുന്നു. സമയം 6 മണി കഴിഞ്ഞു. നന്നായിട്ട് വെട്ടം വിളിച്ചൊക്കെ വരാൻ തുടങ്ങിട്ടാ. ഈ സമയത്താണ് വലിയ വലിയ മീനുകൾ വരാൻ തുടങ്ങിയത്. നല്ല അടാറ് പൂമീനും ചെമ്മീനും അങ്ങനെ വേണ്ട എല്ലാം വരുന്നുണ്ടായിരുന്നു. ഇതാണ് ജസ്റ്റിൻ ചേട്ടൻ. ടോമീസ് ഫിഷപ്പിന് കൂടുതൽ വൈറലാക്കിയത് പുള്ളിക്കാരനാണ്. പിന്നെയും വന്നിട്ടാ കുറച്ചുകൂടി ഞണ്ടുകൾ. ഈ ടൈമിലാട്ടാ ചാക്കോച്ചാന്റെ കയ്യിലേക്ക് ഒന്നാമതിന് പൂമീനെ കിട്ടുന്നത്. അതിനെ വെട്ടി ശരിയാക്കി കൊണ്ടിരിക്കേണ്ട ആള്. മീൻ നുറുക്കുന്ന സെക്ഷനിൽ 3 പേരാണുള്ളത്. പിലോപ്പി വന്ന് നന്നാക്കുന്ന തിരക്കിലാണ്ടാ സീതമ്മ ചേച്ചി. തൊട്ടടുത്തുള്ള അമ്മാസ് എന്ന ഹോട്ടലിലേക്കാണ്ടാ ഈ ഫിഷേഴ്സ് എല്ലാം പോകുന്നത്. പിന്നെ ചെമ്മീനും കരിമീനും വന്നു. ടൈം ഏകദേശം 8 മണി കഴിഞ്ഞപ്പോൾ അവരോടൊക്കെ യാത്രയ്ക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോരാൻ നേരത്താണ്ട ഒരു ചേട്ടൻ കവർ നിറയെ ഞണ്ടുകൂട്ടന്മാരെയും കൊണ്ടുവരുന്നത്. പിന്നെ അതിനൊക്കെ കണ്ടിട്ട് ജസ്റ്റിൻ ചേട്ടനോടും ബാക്കിയുള്ളവരോടൊക്കെ യാത്രയ്ക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി.